ഇപ്പോൾ സംസ്ഥാനത്ത് ഇന്നലെ രാത്രി തുടങ്ങിയ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. വിവിധ ഇടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ 4 മരണമാണ് രേഖപ്പെടുത്തുന്നത്. ഇടുക്കിയിലും കോട്ടയത്തുമാണ് ഉരുൾപൊട്ടിയത്. പുഴകൾ കരകവിഞ്ഞ് ഒഴുകിയതോടെ റാന്നി, കോന്നി, പാലാ നഗരങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പത്തനംതിട്ടയിലും ഇടുക്കിയിലും വെള്ളക്കെട്ട് മൂലം കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു. വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ മഴ ശക്തമാവുകയാണ്. അപ്പോൾ മഴക്കെടുതികൾ ഉണ്ടാകുന്ന ജില്ലകൾ അത് ഏതൊക്കെ ജില്ലകളാണ്, അവിടെ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു, ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങൾ ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം. ഇടുക്കിയിൽ ശക്തമായ മഴയിൽ ഉരുൾപൊട്ടി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. കുടയത്തൂർ രവിയുടെ ഭാര്യ സുമതിയാണ് മരിച്ചത്. ഇവരുടെ വീട് പൂർണ്ണമായും തകർന്നു. ദുരന്തത്തിൽ നിന്ന് മകനും അങ്ങനെ രക്ഷപ്പെടുകയായിരുന്നു, കൂടെ രവിയും. പുലർച്ചെ 2 മണിയോടെയാണ് അടൂർ മലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഇവിടെ അടൂർ മല സ്വദേശി രവിയുടെ വീട് പൂർണ്ണമായും ഒലിച്ചു പോയി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആ മുകളിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഭാഗം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്താണ് വീടുണ്ടായിരുന്നത്. വീട് പൂർണ്ണമായും ഒലിച്ച് താഴേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നത് അടുക്കളയുടെ ഒരു ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. രവിയുടെ ഭാര്യ സുമതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അവരുടെ മൃതദേഹം ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ താഴത്തേക്ക് ഏതാണ്ട് ഒരു 500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. NDRFിൻ്റെ സംഘവും ഫയർഫോഴ്സും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏതാണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയ ആദ്യ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു. 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ രവി കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. രവിയുടെ മകൻ രതീഷ്, അദ്ദേഹം ഈ മണ്ണിൽ പൂണ്ടുപോയിരുന്നു. രക്ഷാപ്രവർത്തകരാണ് അദ്ദേഹത്തെ പുറത്തേക്ക് എടുത്തത്. അദ്ദേഹം ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ഇടുക്കി MLA റോയ് കെ പൗലോസ് അടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ഈ മേഖലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇവിടെയുള്ള ഊരുമൂപ്പനടക്കം അത്തരം ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പല സ്ഥലത്തും വലിയ പാറക്കല്ലുകളും മറ്റും വീഴാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഭാഗത്ത് അപകട ഭീഷണി നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ദുരന്ത മേഖല ഇനിയും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് കെട്ടുന്നില്ല, മണ്ണ് മാത്രം എടുത്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ ദൂരപരിധി ഇപ്പം 3.5 കിലോമീറ്റർ ഉണ്ട് കുളപ്പുറയുന്ന. ഇനിയിപ്പം വാഹന ഗതാഗതം പോകണമെങ്കിൽ ഒരുപാട് തടസ്സമാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ 67 വയസ്സ് എനിക്കായി. ഇന്ന് വരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉരുൾപൊട്ടൽ. ഭീഷണിയായിട്ട് എൻ്റെ വീടിനും കല്ലുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഈ മുകളിൽ ഒരു വലിയൊരു കല്ലുണ്ട്. ആ കല്ലൊന്ന് പൊട്ടിച്ച് മാറ്റി. ഞങ്ങൾ 5 വീട്ടുകാർക്ക് ഭീഷണിയാണത്. അത് ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തായിരുന്നു, വില്ലേജിൽ വില്ലേജ് തഹസിൽദാരൊക്കെ വന്ന് നോക്കിയതാണ്. എന്നിട്ടും ഒരു തീരുമാനം ഇതേവരെ ആയിട്ടില്ല. ഞങ്ങൾക്ക് ഭീതിയാണ്. ഞങ്ങൾ മഴയത്തോണ്ട് എണീറ്റിരിക്കുകയാണ് ചെയ്ത്. ഇന്നലെയൊക്കെ രാത്രിയിൽ ഞങ്ങൾ എണീറ്റിരിക്കുകയാണ് ചെയ്ത്. അന്നേരമാണ് രവി ഓടി വരുന്നതും സംഭവം നടന്നെന്നൊക്കെ പറയുന്നതൊക്കെ. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇത് കല്ലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. എന്തായാലും എല്ലാ താലൂക്കുകളിലും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളും കൺട്രോൾ റൂമുകളും തുറക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ജില്ലയിൽ പരക്കെ അതിശക്തമായ മഴയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അടൂർ മലയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ഇപ്പോൾ ഓരോ റിപ്പോർട്ടുകളും ഭീതിപ്പെടുത്തുന്നതാണ്. കോട്ടയത്തേക്ക് പോയി കഴിഞ്ഞാൽ പൂഞ്ഞാർ തെക്കേക്കര പയ്യാനിത്തോട്ടം ഉരുൾപൊട്ടലിൽ 2 മരണമാണ് രേഖപ്പെടുത്തിയത്. ജോണിയുടെ വീട് പൂർണ്ണമായും തകർന്ന് ഭാര്യയും മകനും മണ്ണിനടിയിൽ മരിച്ചത് ജോണിയുടെ ഭാര്യ റെജീനയും മകൻ ജോസഫും ജോണിയുമാണ്. നാലിടങ്ങളിലാണ് കോട്ടയം ജില്ലയിൽ ഇന്നലെ ഉരുൾപൊട്ടിയത്. അതിൽ മഴ ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാക്കിയ 2 പേരുടെ ജീവൻ അപഹരിച്ച ഇടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം എന്ന മേഖലയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മലയിൽ നിന്നാണ് ഉരുൾ ആദ്യം ഉത്ഭവിച്ച് താഴേക്ക് വരുന്നത്. കല്ലും മണ്ണും മരങ്ങളും ഉൾപ്പെടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ നോക്കിയാൽ
അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പോലും പറയില്ല. ആ തരത്തിൽ പൂർണ്ണമായും ഈ പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അപകടം നടക്കുന്ന സമയത്ത് 2 പേർ ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. റജീനയും അവരുടെ മകൻ ജോസഫിനുമാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ മറ്റൊരു മകനും റജീനയുടെ ഭർത്താവും കൂടെ ഉള്ളതാണ്. പക്ഷേ ഇന്നലെ മഴ കാരണം എറണാകുളത്ത് ജോലി ചെയ്യുന്ന മകൻ ഇവിടേക്ക് വന്നില്ല. സമീപത്ത് തന്നെ മറ്റൊരു വയോധികൻ താമസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വയോധികനെ കൂട്ടുകിടക്കുന്നതിന് വേണ്ടി ഭർത്താവായിട്ടുള്ള ജോണിയും അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഈ അപകടം നടക്കുന്ന സമയത്ത് 2 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേരും ഈ അപകടത്തിൽ മരിച്ചു. 3 മണിയോടുകൂടി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അവൈലബിൾ ആയിട്ടുള്ള മറ്റ് വണ്ടികളും വാഹനങ്ങളും ഉപയോഗിച്ച് തന്നെ ഇവിടെ എത്തുകയും 3:15 തന്നെ തൊട്ട് സെർച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങളിവിടെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് മെസ്സേജ് കിട്ടി ഉടനെ തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്യുമായിരുന്നു. ശ്രമകരമായിട്ടൊരു വർക്കായിരുന്നു. കാര്യം ശക്തമായ മഴയും ഒപ്പം ഈ പൂണ്ടിയ മണലിൻ്റെയും കൊണ്ട് വർക്ക് ചെയ്യാൻ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമായിരുന്നു. രാവിലെ 7 മണിക്കാണ് മകൻ ജോസഫിൻ്റെ മൃതദേഹം ആദ്യം കണ്ടെത്തുന്നത്. 10:30 റജീനയുടെ മൃതദേഹവും കണ്ടെത്തി. 2 മൃതദേഹങ്ങൾ നിലവിൽ ഇപ്പോൾ സമീപത്ത് തന്നെയുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടിയ അളവിൽ മഴ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ പെയ്തതാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. ഒരു 4-5 മണിക്കൂർ നിന്നുകൊണ്ടാണ് ഇത്ര വലിയ കൂടിയ അളവിൽ മഴ കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ രാത്രി പെയ്തത്. അതാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. പൂഞ്ഞാറിൽ നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്. അപ്പോൾ ഓരോ മഴക്കാലവും നമുക്ക് ഭീതി വിതച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഇത്തവണയും അതിന് കുറവില്ല. മലയോര മേഖലകൾ, തീരദേശ മേഖലകളൊക്കെ തന്നെ അങ്ങനെ വലിയ ആശങ്കയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ മഴ എത്രത്തോളം നീണ്ടു നിൽക്കും, എത്രത്തോളം രൂക്ഷമായി മാറും എന്നടക്കം നമുക്ക് പരിശോധിക്കണം. ഡോക്ടർ അഭിലാഷ് കുസാറ്റിലെ പ്രൊഫസർ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ അഭിലാഷ്, കണ്ടുവല്ലോ ഇന്നത്തെ ദുരിതം. ഈ മഴയുടെ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പെയ്ത മഴയാണ് ഇത്രത്തോളം ദുരിതം വിതച്ചിരിക്കുന്നത്. ഈ മഴയുടെ തോത് അത് എത്ര ദിവസം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്? എന്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായി ജാഗ്രത പുലർത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണ് എന്ന് കൂടി പറഞ്ഞാൽ. പ്രജീഷ്, നമ്മള് മൺസൂൺ തുടങ്ങിയിട്ട് ഈ വർഷത്തെ ജൂണിൽ ആരംഭിച്ച മെയ് മാസം തൊട്ടാലും ലാസ്റ്റ് മുതൽ തുടങ്ങിയ മൺസൂൺ അതിന്റെ ഏറ്റവും സജീവ കാലഘട്ടത്തിലേക്ക് കടന്ന ഒരു സമയമാണിത്. എനിക്ക് തോന്നുന്നു ഈ ഒരു 30 ദിവസത്തെ അല്ലെങ്കിൽ 31 ദിവസം 62 ദിവസത്തെ ഏറ്റവും കൂടുതൽ മഴ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസമായിരുന്നു കഴിഞ്ഞു പോയത്. അപ്പം അതിന്റെ കാരണം എന്ന് പറയുന്നത് ടിപ്പിക്കലായിട്ടുള്ള ക്ലാസിക്കലായിട്ടുള്ള മൺസൂൺ സിസ്റ്റത്തിന്റെ അഭാവമായിരുന്നു. കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് നമ്മുടെ ഇടുക്കിയിലും പത്തനംതിട്ടയും വയനാട്ടിലും ഒന്നും വലിയ മഴ, കിഴക്കൻ പ്രദേശങ്ങളിൽ വലിയ മഴ എത്തിക്കാത്ത സ്ഥിതിവിശേഷമായിരുന്നു. പറ്റി വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ടിപ്പിക്കലായിട്ട് മൺസൂൺ സമയത്ത് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്ന ചില ന്യൂനമർദ്ദങ്ങളും അതിതീവ്ര ന്യൂനമർദ്ദങ്ങളും മറ്റും മാറി നിന്നു. എന്നാൽ ഈ സമയത്ത് നമ്മൾ അത്തരം ന്യൂനമർദ്ദങ്ങളുടെ സാന്നിധ്യം അത് മധ്യ ഇന്ത്യയിലുണ്ട്. അതോടൊപ്പം തന്നെ മധ്യ ഇന്ത്യയിൽ കൂടി പോകുന്ന ഒരു മൺസൂൺ മഴപ്പാത്തി സജീവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂനമർദ്ദ പാത്തി, നമ്മുടെ പശ്ചിമ തീരത്തോട് ചേർന്നുണ്ടാകുന്ന ഒരു ന്യൂനമർദ്ദ പാത്തിയുണ്ട്. മൺസൂൺ സമയത്ത് പൊതുവെ പശ്ചിമ തീരത്ത് നല്ല മഴ എത്തിക്കുന്ന ഒരു കാലാവസ്ഥാ വ്യൂഹമാണ്. ഇത്തരത്തിൽ മൺസൂൺ അതിന്റെ ക്ലാസിക്കലായിട്ടുള്ള സജീവ കാലഘട്ടത്തിലേക്ക് ഈ വർഷം ഇന്നത്തെ മൺസൂൺ കാലഘട്ടത്തിൽ കടന്ന ഒരേ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ മൺസൂൺ മഴ താങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കേരളം എത്തി നിൽക്കുന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. കാരണം പ്രധാനമായിട്ടും മഴ കെടുതി ഉണ്ടായിരിക്കുന്നത് മധ്യ കേരളവും തെക്കൻ കേരളവും അതിന്റെ മലയോര മേഖലകളിലാണ്. മലയോര മേഖലയിൽ ഇതുവരെ വലിയ തോതിൽ മഴ ഈ വർഷം എത്തിയില്ല. പക്ഷെ ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം, ഇടുക്കി ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം പത്തനംതിട്ട ജില്ലയെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ മഴ അതിതീവ്രമായിട്ടുള്ള മഴയുടെ എണ്ണത്തിൽ മഴയാണ് ലഭിച്ചത്. 200 മില്ലിമീറ്ററിന് മുകളിൽ ഉള്ള മഴയാണ് ആവറേജ് നമുക്ക് അവിടെ ലഭിച്ചത്. അതോടൊപ്പം തന്നെ പല സ്റ്റേഷനുകളിലും 300 മേഖലയും രേഖപ്പെടുത്തിയ 1-2 സ്റ്റേഷനുകളുമുണ്ട്. അപ്പൊ ആവറേജ് ഒരു അതിതീവ്ര പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ചും ജില്ല കേന്ദ്രീകരിച്ച്, ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അതിതീവ്ര ഗണത്തിൽപ്പെടുന്ന മഴയാണ് കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ലഭിച്ചത്. അപ്പൊ അതിന്റെ ആ ഒരു പ്രത്യാഘാതമാണ് നമ്മൾ താഴ്ന്ന പ്രദേശങ്ങളിൽ കണ്ടത്.
അതോടൊപ്പം തന്നെ ഇത്തരം ഒരു ദിവസത്തെ മഴ കൊണ്ട് തന്നെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വ്യാപകമായിട്ടുള്ള ഉരുൾപൊട്ടൽ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം അതെനിക്ക് തോന്നുന്നു 2018 പ്രളയ കാലഘട്ടത്തിൽ പോലും നമ്മൾ ഇത്രയും വ്യാപകമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടല് ഈ 3 ജില്ലകൾ ഒരേപോലെ കേന്ദ്രീകരിച്ച് ഒരേ ദിവസം. അതാണ് ഡോക്ടർ അഭിലാഷ് സംശയം തോന്നുന്നത്. കാരണം ചുരുങ്ങിയ മണിക്കൂറിലാണ് ഇത്തരത്തിൽ വെള്ളം ഏറ്റവും കൂടുതൽ ഉയർന്നു പൊങ്ങുന്നത്. അത് നമുക്കറിയാം. പത്തനംതിട്ടയിലായാലും റാന്നിയിലായാലും നോക്കൂ, ചെങ്ങന്നൂർ മേഖല നോക്കൂ. ചെങ്ങന്നൂരൊക്കെ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ ദുരന്തബാധിത മേഖലകളായിരുന്നു. പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകി. അതുപോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം? അത് അപ്പോൾ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ എത്രത്തോളം ജാഗ്രത എടുക്കേണ്ടി വരും? അല്ല, ഇതില് ഏറ്റവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനങ്ങളും അല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രാദേശികമായിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും പീക്കായിട്ടുള്ള, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഏറ്റവും കൂടുതൽ ഇന്റൻസ് ആയിട്ടുള്ള മഴ ലഭിച്ച ദിവസം കഴിഞ്ഞ രാത്രിയിലായിരുന്നു. അപ്പൊ അതിനൊരു അയവ് എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഴയ്ക്ക് ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ട്. എന്നാലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ഈ റാന്നി അല്ലെങ്കിൽ അതിന് കുട്ടനാട് മേഖലയിലേക്ക് അടുത്ത ഈ ദിവസങ്ങളിലായിരിക്കും, ഈ ദിവസവും നാളെയൊക്കെ ആയിരിക്കും ആ ഒരു കിഴക്കൻ വെള്ളം എത്തിച്ചേരുന്നത്. അപ്പം താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളത്തിന്റെ പ്രശ്നം ഒരുപക്ഷെ 1-2 ദിവസം കൊണ്ട് നീണ്ടു നിൽക്കും. പക്ഷെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസകരമാണ്. കാരണം ഒറ്റപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ മഴ ലഭിക്കുന്നത്. ഇപ്പം മഴയുടെ ഒരു ബെൽറ്റ്, മഴയുടെ പ്രധാനപ്പെട്ട ബെൽറ്റ് മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും നീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വടക്കൻ കേരളം ഓൾറെഡി തന്നെ നമുക്ക് കഴിഞ്ഞ 1-2 സ്പെല്ലിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വടക്കൻ കേരളത്തിലാണ്. പ്രത്യേകിച്ചും കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ല മഴക്കുറവെന്ന് പറയുമ്പോഴും വയനാട് ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ച് നല്ല മഴ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് നല്ല മഴ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രദേശങ്ങളിലാണ് ഇന്നും ഒക്കെ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. മടങ്ങിയെത്താം. മറ്റു റിപ്പോർട്ട് കൂടി ശ്രീ പി യു ദാസ് കൂടി മണ്ണ് ഗവേഷകൻ നമ്മുടെ തത്സമയം ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. കനത്ത മഴയിൽ കോടഞ്ചേരി ഈരൂട്ട് റോഡിൽ മണ്ണിടിച്ചിലെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ റബ്ബർ തോട്ടത്തിന് മുകളിൽ ഭാഗത്തുള്ള കുന്നിടിഞ്ഞ് മണ്ണും കല്ലും റോഡിലേക്ക് പരന്നൊഴുകി. ഗണപതി പ്ലാക്കൽ ടോമിൻ്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലാണ് മണ്ണിടിച്ചത്. മണ്ണിടിച്ച സമയത്ത് തോട്ടത്തിലോ പരിസര പ്രദേശങ്ങളിലോ ജനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ അപകടമാണ് അവിടെ ഒഴിവായത്. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, ഈ പ്രദേശത്തൊക്കെ എങ്ങനെയാണ് മഴയുടെ തോത്? എങ്ങനെ ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശങ്ങൾ അവിടെ എത്രത്തോളം ജാഗ്രതയുണ്ട്? ഒരു അപകടസ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? മഴ ഇപ്പോൾ ഉണ്ടോ അവിടെ? പ്രജീഷ്, ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ കോഴിക്കോട് ജില്ലയിൽ തോർന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും മഴ മാറി നിൽക്കുന്നില്ല എന്നതാണ് പൊതുവെയുള്ള സ്ഥിതി. സർവ്വ മേഖലയിലും വലിയ രീതിയിൽ തന്നെ നാശനഷ്ടവും മഴക്കെടുതിയും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ കോടഞ്ചേരിയിലുണ്ടായ ഈ മണ്ണിടിച്ചിൽ എന്നത്. കോടഞ്ചേരി ഈരൂട് റോഡിലാണ് മണ്ണിടിച്ചിൽ. അതായത് ഒരു റബ്ബർ തോട്ടമാണ്. അതിൻ്റെ ഉയർന്ന മുകൾ ഭാഗത്ത് നിന്നാണ് വലിയ അളവിൽ മണ്ണും പാറക്കല്ലുകളും ഒക്കെ തന്നെ താഴ്ഭാഗത്തേക്ക് ഇടിഞ്ഞ് വരികയും ചെയ്തത്. മീറ്ററുകളോളം താഴേക്കാണ് ഇത് ഒലിച്ചിറങ്ങി വന്നത്. വലിയ അളവിൽ മണ്ണും ഒലിച്ച് താഴ്ഭാഗത്തേക്ക് ഇറങ്ങി. ഈ തോട്ടത്തിലോ അല്ലെങ്കിൽ റോഡിന്റെ പരിസരത്തോ തന്നെ ആളുകളില്ലായിരുന്നു ഈ സമയത്ത് എന്നതുകൊണ്ട് വലിയ ആശ്വാസം. അപകടം ഒഴിവായി, ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളതാണ്. ആ മേഖലയിൽ പക്ഷേ ഗതാഗത തടസ്സം തുടരുക കൂടിയാണ്. ഈ ജില്ലയിൽ പല സ്ഥലങ്ങളിൽ താഴ്ന്ന മേഖലകൾ വെള്ളത്തിലടിയിലാണ്. പ്രത്യേകിച്ച് ഈങ്ങാപ്പുഴ ദേശീയപാതയിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റോഡുകൾ ആശ്രയിക്കേണ്ടതായി വരുന്നുണ്ട് ഗതാഗതത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ മണ്ണിടിഞ്ഞ് ഉള്ള തടസ്സങ്ങളും വലിയ പ്രയാസമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 4 ഏക്കറോളം സ്ഥലത്തെ മണ്ണാണ് ഒലിച്ച് മഴയിൽ താഴേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. പ്രതീക്ഷിച്ചാൽ ആശ്വാസകരമായ കാര്യം, ആർക്കും പരിക്കൊന്നും ഈ സമയത്ത് ഏറ്റിട്ടില്ല എന്നത് തന്നെയാണ്. ശരി, അതാണ് കെ വി രാഹുൽ അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു. അങ്ങനെ മണ്ണിടിച്ചിൽ മേഖലകൾ ഒരുപാടുണ്ട് കേരളത്തിലെ മലയോര പ്രദേശങ്ങൾ. അപ്പോൾ മഴ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ പ്രദേശത്തിലെ വളരെ ലോലമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് നന്നായിട്ട് നമ്മൾ കരുതിയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കിഴക്കൻ വെള്ളം ഇറങ്ങുന്ന ഒരു സമയത്തായതുകൊണ്ട് ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലേക്ക് വരുന്ന ആളുകൾ ഈ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ തന്നെ ഈ വെള്ളം അങ്ങനെ ഒഴുകിയെത്താനുള്ളൊരു സാധ്യതയുണ്ട്. നീരൊഴുക്ക് ഇങ്ങനെ ക്രമാതീതമായി ഇങ്ങനെ ഒഴുകുന്ന സമയമായതുകൊണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള ആളുകൾ ശ്രദ്ധിക്കുകയും വേണം. നമുക്കിനി മണ്ണിടിച്ചിൽ ഏതൊക്കെ മേഖലയിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട്, അവിടെ എന്ത് ജാഗ്രത എടുക്കണമെന്ന് കൂടി ഈ മേഖലയിലെ വിദഗ്ധന്റെ അറിവ് നമുക്ക് തേടാം.
പി യു ദാസ് മണ്ണ് ഗവേഷകൻ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ പി യു ദാസ്, നോക്കൂ, 9 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതും ഈ വടക്കൻ മേഖലയിലേക്ക്, വടക്കൻ കേരളത്തിലേക്കാണ് ഈ മഴയുടെ തോത് ഒരുപക്ഷെ ഉയർന്നേക്കാമെന്നൊരു സാധ്യത പറയപ്പെടുന്നത്. അവിടുത്തെ സ്ഥിതി നമുക്കറിയാമല്ലോ. അവിടെ വയനാടുണ്ട്, പാലക്കാടുണ്ട്, മലപ്പുറമുണ്ട്, ഈ കോഴിക്കോട് തീരപ്രദേശങ്ങളുണ്ട്, മലയോര മേഖലകളുണ്ട്. പിന്നെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോഴും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോട്ടയമായാലും ഇടുക്കിയായും അവിടെയൊക്കെ തന്നെ സ്ഥിതി ശാന്തമായിട്ടില്ല. അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ഒരു ജാഗ്രത സ്വീകരിക്കേണ്ടതുണ്ട്? നമ്മൾ എന്ത് മുന്നറിയിപ്പാണ് പാലിക്കേണ്ടത്? ഇവിടെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ കേരളത്തിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. 2018 ശേഷം 18-ലും 19-ലും 20-ലും 24-ലും സംഭവിച്ചു. ഇത് മഴ ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് നമുക്ക് കാണാമേ. മഴ മാത്രം ഒരു വില്ലനായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയും. മഴയോടൊപ്പം തന്നെ മറ്റു ചില പാരിസ്ഥിതികമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി ഇതിനകത്ത് വളരെ ശക്തമായിട്ടും വളരെ നിർണായകമായിട്ടും ആക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ, ഇടപെടുന്ന സമയത്ത് മാത്രമേ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ അതിന്റെ രൂക്ഷീകരിക്കുന്നു. ഉരുൾപൊട്ടലിനുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടുള്ള മഴ തന്നെയാണെന്ന് നമുക്കറിയാം. അതിപ്പോ ഡോക്ടർ അഭിലാഷ് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം ചുരുങ്ങിയ സമയത്തിൽ അതിശക്തമായിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, നേരത്തെ പുത്തുമലയായാലും മുണ്ടക്കയിലായാലും കവളപ്പാറയായാലും ഒക്കെ പെയ്തിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 50 സെന്റിമീറ്ററോളം മഴയാണ് പെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു മഴ ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതിനുശേഷം ആ മഴയെ തുടർന്ന് മറ്റ് ഘടകങ്ങളായിട്ടുള്ള പാരിസ്ഥിതിക ഘടകങ്ങളായിട്ടുള്ള മണ്ണ്, അതുപോലെ തന്നെ ഭൂമിയുടെ ചെരിവ്, അവിടുത്തെ ഭൂവിനിയോഗം, ഇതിനകത്ത് വരുന്ന ചില പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ മാത്രമേ ഒരു ഉരുൾപൊട്ടലിന്റെ യാഥാർത്ഥ കാരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് മണ്ണിന്റെ പ്രശ്നം പറയും. മണ്ണ് ദുർബലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് മണ്ണിന്റെ ടെക്സ്ചർ, അതായത് മണ്ണിന്റെ രചന. മണ്ണ് പലതരത്തില് അതൊരു മിശ്രിതമാണ്. അതിനകത്ത് കളിമണ്ണിന്റെ അംശം കുറച്ച് കൂടുകയും കളിമണ്ണിനോടൊപ്പം തന്നെ മണല് ചേരുകയും ചെയ്യുന്ന സാഹചര്യം. അതായത് സാൻഡിന്റെ അംശം കൂടുന്നു, അല്ലെങ്കിൽ ക്ലേയുടെ അംശം കൂടുന്നു. പ്രധാനമായിട്ട് അതിന്റെ ബേസിക് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ശ്രീ പി ദാസ്, ഒരു കാര്യം ചോദിച്ചോളെ. നമുക്ക് ഈ തുരങ്കപാത പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ 226 mm ഒരു ദിവസത്തെ ആ മഴയുടെ തോതായിരുന്നു. അപ്പോൾ ഈ മഴയുടെ തോത് കൂടുതലാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കേരളത്തിലെ ഇപ്പോഴത്തെ മണ്ണിന്റെ ഘടനയായാലും ആ ഭൂമിശാസ്ത്ര ഘടനയൊക്കെ വെച്ച് പശ്ചിമഘട്ടത്തിന്റെ ആയാലും ഒക്കെ തന്നെ സാഹചര്യം വെച്ചൊക്കെ തന്നെ ഏതൊക്കെ മേഖലയിൽ നമ്മൾ കരുതിയിരിക്കണം? പശ്ചിമഘട്ടത്തിന്റെ മലത്തലപ്പുകളൊക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ല എന്ന് മാത്രം തിരിക്കാൻ നമുക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഓരോ ജില്ലകളുടെയും കിഴക്കൻ മേഖല, അതായത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ജില്ല, ഒപ്പം തന്നെ വയനാട്, ഇടുക്കി പോലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വളരെ സെൻസിറ്റീവ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഇപ്പോ പറഞ്ഞു തുരങ്കപാത നിർമ്മിക്കുന്ന സ്ഥലത്തുള്ള ഒരു മണ്ണിടിച്ചൽ. ആ മണ്ണിടിച്ചൽ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രശ്നമുണ്ടായ നിർമ്മാണത്തിൽ ചില ശ്രദ്ധ കുറവ് കൊണ്ടുണ്ടായിട്ടതാണ്. അത് ആ റോഡ്, അവിടേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത്, തുരങ്കം തുരക്കാനുള്ള പാറയിലേക്ക് എത്താനുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇടിഞ്ഞത്. അവിടെ കൂട്ടിയിട്ട മണ്ണൊന്നല്ല ഇടിഞ്ഞിട്ടത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഓരോരുത്തരും കണ്ടു കഴിഞ്ഞാൽ, ഞാൻ നേരിട്ട് തന്നെ അവിടെ പോയിട്ടൊരു ഒരു ദിവസം മുഴുവനായിട്ട് ആ സ്ഥലം മുഴുവൻ നോക്കി പരിശോധിച്ചിട്ടാണ്. എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആ തുരങ്കപാതയിലേക്ക്, തുരങ്കം തുരക്കുന്നതിനുള്ള അതിന്റെ എൻട്രൻസിലേക്കുള്ള ഒരു അപ്രോച്ച് റോഡ്, മെയിൻ റോഡിൽ നിന്നുള്ള അപ്രോച്ച് റോഡ് ഏകദേശം 150 മീറ്ററോളം. അത് ഏകദേശം ഒരു 40, റോഡ് നിരപ്പിൽ നിന്ന് ഏകദേശം 40 മീറ്ററോളം പാറയിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. പാറയ്ക്ക് തന്നെ, ആ തുറക്കാനുള്ള പാറയ്ക്ക് ഏകദേശം റോഡ് നിരപ്പിൽ നിന്നും 180 മീറ്റർ ഉയരം. ആ 150 മീറ്റർ ഉയരമുള്ള വലിയൊരു പാറ തുറക്കുന്നതിന്റെ. ഒരു മിനിറ്റ്, ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് ഇടുക്കിയിൽ ഒരു പുഴ കരകവിഞ്ഞ് ഒഴുകുന്നു എന്നാണ് വിവരം ലഭ്യമാകുന്നത്. ജെയിൻ ചേരുന്നുണ്ട് തത്സമയം. ജെയിൻ, ഏത് പുഴയാണ് കരകവിഞ്ഞ് ഒഴുകുന്നത്? തീരപ്രദേശങ്ങളിലുള്ളവർക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? ആളുകളെ ആരെങ്കിലും മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ?
പ്രതീക്ഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൊണ്ടിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ തോട് വലിയ രീതിയിൽ നിറഞ്ഞൊഴുകിയിരുന്നു. സമീപത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ചപ്പാത്തുണ്ട്. ഈ ചപ്പാത്ത് പൂർണ്ണമായും മുങ്ങിക്കിടക്കുകയാണ്. ഈ സമീപത്ത് താമസിക്കുന്നവർ നമ്മളോടൊപ്പം ഉണ്ട്. എപ്പോഴാണ് ഇവിടുന്ന് വെള്ളം ഇറങ്ങിയത്? ഒരു 7 മണി കഴിഞ്ഞപ്പോഴാണ് വെള്ളം ഇറങ്ങി തുടങ്ങി. വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയത്. അതുവരെ വീട്ടിനകത്ത് വെള്ളമായിരുന്നു. 4 മണി തൊട്ട് വീട്ടിൽ വെള്ളം കയറാൻ തുടങ്ങിയത്. നിങ്ങളൊക്കെ എന്താ ചെയ്ത്? ഞങ്ങൾ സാധനങ്ങൾ മാറ്റുകാരുണ്ടെന്ന് പറഞ്ഞു ചെയ്യാനില്ലല്ലോ. എല്ലാ വർഷകാലത്തിലും ഉള്ള പ്രശ്നമാണ്. വർഷത്തിലുള്ള പഞ്ചായത്തിൻ്റെ സംരക്ഷണ ഭിത്തി അതെല്ലാം ഇടിഞ്ഞു തുടങ്ങി. അന്ന് കെട്ടാനായിട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നടപടിയായിട്ടില്ല. ഇവിടെ എത്ര വീടുകളുണ്ട്? 1, 2, 3 വീടുകളാണ് ഇപ്പോൾ ഞങ്ങൾ വെള്ളത്തിൻ്റെ ദൂഷ്യം അനുഭവിക്കുന്നത്. ഇതിപ്പോ ഈ അതും ഇതൊക്കെ വന്ന് അടിഞ്ഞതാണോ പ്രശ്നം? അടഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിന്റെ ശക്തിയായിട്ടും അടഞ്ഞ് വെള്ളം കമ്പിക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ സംരക്ഷണ ഭിത്തി എന്നൊരു സംഭവമുണ്ട്. അത് എല്ലാം ഇരുന്ന് തുടങ്ങി. വീടിന്റെ ബാത്റൂം വരെ പോകാൻ പരുവത്തിലായി തുടങ്ങി. ഇനിയിപ്പോൾ അതൊക്കെ മാറ്റണോ? അതെല്ലാം മാറ്റണം. JCB വന്നാലേ അത് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ കൈകൊണ്ട് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വിടുന്നു. വെള്ളത്തിന് ഭയമുണ്ട്. അതൊന്ന് ഇപ്പൊ മഴ കൂടുവാണെങ്കിൽ വീണ്ടും പ്രശ്നമാവും. അവസ്ഥ പിന്നെ വെള്ളം ഇതെല്ലാം അവസ്ഥ ഗതാഗത ഒരിക്കലും ഉണ്ടാവില്ല. തൊടുപുഴയ്ക്ക് പോകാനുള്ള ഒരു ആശ്രയം ഈ വഴിക്കായിരുന്നു, കാരിക്കോട്ടേക്ക്. അത് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഈ പ്രദേശത്തു നിന്ന് തൊടുപുഴ ടൗണിലേക്ക് അടക്കം പോകുന്നതിന് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പോലും ഇങ്ങോട്ടേക്ക് എത്തിയത് മറ്റൊരു വഴിയിലൂടെ ചുറ്റിക്കറങ്ങിയാണ് വന്നത്. ഈ ഭാഗത്തൊക്കെ ഇതിപ്പോൾ അവിടെ ഒരു റിബൺ കെട്ടിയിട്ടുണ്ട്. ആ റിബൺ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് വരെ വെള്ളം കയറിയിരുന്നു. രാവിലെ മഴ ഒരല്പം ശമിച്ചപ്പോഴാണ് ഈ വെള്ളം ഇറങ്ങിയത്. പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിച്ചാൽ വീണ്ടും ഈ വീടുകളിലൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രത്യേകിച്ച് മഴ പൂർണ്ണമായും കുറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. ഏത് സമയത്തും മഴ ശക്തി പ്രാപിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അല്പം ഒന്ന് മാറിയിരുന്നെങ്കിൽ വീണ്ടും ഇടവിട്ട് അതിശക്തമായിട്ടുള്ള മഴ പ്രദേശത്ത് പെയ്യുന്നുണ്ട്. പ്രജീഷ്, തൊണ്ടിക്കുഴിയിൽ നിന്നുള്ള വിവരമാണ് നൽകിയത്. അവിടെ പുഴ കരകവിഞ്ഞ് ഒഴുകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ മഴക്കാലമാണ്. വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ പുഴയുടെയൊക്കെ തന്നെ ഗതി മാറുമ്പോൾ നമുക്ക് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ ആഴമൊന്നും കാണില്ല. എങ്കിലും അവിടെ ഈ പല തെറ്റായ കാര്യങ്ങളും ഈ മഴയത്ത് മീൻ പിടിക്കുന്ന പണിയൊക്കെ തന്നെ കാണിക്കാറുണ്ട്. അതൊന്നും ഇപ്പോൾ ഈ സമയത്ത് അതിനൊന്നും മുതിരരുത്. കാരണം ഈ വാകത്താനത്ത് നിന്ന് ഒരു വിവരം വരുന്നത് അവിടെ വെള്ളക്കെട്ടിൽ വീണ് 11 വയസ്സുകാരൻ മരിച്ചു എന്നുള്ളതാണ്. കാട്ടാമ്പാക്കിൽ ഷിജുവിൻ്റെ മകൻ മിലൻ കെ ഷിജു. കാരണം നോക്കണം, 11 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, കുട്ടിയാണ്. അപ്പോൾ ആ വെള്ളക്കെട്ടിൽ മരിച്ചു. പാലായിൽ നിന്ന് വരുന്ന ഒരു അപ്ഡേറ്റ്, പാലായിൽ കനത്ത മഴ, നഗരത്തിൽ വെള്ളം കയറുന്നു എന്നടക്കം വിവരങ്ങൾ വരികയാണ്. അപ്പോൾ എല്ലാ വിവരങ്ങളും നമുക്ക് പരിശോധിക്കണം. അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് നേരത്തെ ഡോക്ടർ അഭിലാഷും ശ്രീ PU ദാസും നമ്മോട് പറഞ്ഞത്. അതൊക്കെ അത്തരം അലർട്ടുകൾ, അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണം.